എല്ലാവരും വിചാരിക്കുന്നത് എൻക്ലെക്സ് ആർ എന്ന് പറയുന്നത് ഒരു പ്രയാസമേറിയ ഒരു എക്സാം ആയിട്ടാണ്. പലരും പല പ്രാവശ്യം 4-5 പ്രാവശ്യം എക്സാം എഴുതിയിട്ടും ജയിക്കാറില്ല, പലരും ജയിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരൊക്കെ IELTS OET ഒക്കെ ആദ്യ തവണ തന്നെ എക്സാം എഴുതി ജയിച്ചവരായിരിക്കും. പക്ഷേ എൻക്ലെക്സ് ആറിന് വരുമ്പോഴത്തേക്ക് എൻക്ലെക്സ് ആർ 4-5 പ്രാവശ്യം എഴുതിയിട്ടും ആരും ജയിക്കുന്നില്ല. എന്താണ് കാര്യമെന്നറിയാമോ? സാധാരണ എല്ലാവരും പഠിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമൊക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. 1 വർഷമൊക്കെ എടുത്ത് പഠിച്ച് എക്സാം എഴുതിയിട്ടും ജയിക്കാത്ത ആൾക്കാർ കുറേ പേരുണ്ടാവും. എന്തുകൊണ്ടാണ് എൻക്ലെക്സ് ആർ ഇപ്പോഴത്തെ, അതായത് ഈ പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന എക്സാം ഇങ്ങനെ ഇത്രയധികം പാടുള്ള എക്സാം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ എക്സാം പാടുള്ളതാണോ? നമുക്ക് നോക്കാം. എൻക്ലെക്സ് ആർ എന്ന് പറയുന്നത്, അതായത് നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ എൻക്ലെക്സ് ആർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു എക്സാം ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കേസ് സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ സാറ്റ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ കൃത്യമായിട്ടും എഴുതേണ്ടത്. പണ്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അങ്ങനെ കുറച്ചധികം ഓൾഡ് ജനറേഷൻ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്നത് നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന എൻക്ലെക്സ് ആറിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേസ് സ്റ്റഡീസ് തന്നെയാണ്. പലരും ഈ കേസ് സ്റ്റഡീസ് ഒന്നുപോലും ചെയ്ത് നോക്കാതെയാണ് എൻക്ലെക്സ് ആറിന് എക്സാമിന് വേണ്ടി പോകുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സിസ്റ്റം ബേസ് മൊത്തം പഠിച്ചതാണ്, എങ്കിലും എനിക്കൊന്നും ജയിക്കാൻ പറ്റിയിട്ടില്ല, 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നേക്കാം. ഇതിന്റെ ആദ്യ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നിങ്ങൾ സിസ്റ്റം ബേസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഡൊമൈൻ ബേസ്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡൊമൈനിനെ കുറിച്ച്. ആ ഡൊമൈൻ ബേസ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ്. സിസ്റ്റം ബേസ് പഠിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ബേസ് കുറേയധികം വാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സിലബസ് കഴിഞ്ഞും കുറേയധികം കാര്യം പഠിക്കുന്നുണ്ട്. അതുമല്ല, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമായിരിക്കും. പഠിക്കുന്നതിന് ഏകദേശം 1 വർഷത്തോളം ടൈം എടുക്കുകയും ചെയ്യും. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സ് ആർ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡൊമൈൻ ബേസ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസ് കൃത്യമായിട്ട് ഒരു 30 കേസ് സ്റ്റഡി എങ്കിലും നല്ലതുപോലെ ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. കേസ് സ്റ്റഡീസിനകത്ത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമല്ല, നമുക്ക് എക്സാമിന് വേണ്ടി പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എക്സാം എഴുതി പോകുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ നല്ല കോൺഫിഡന്റ് ആയിരിക്കണം നമ്മളുടെ കേസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി. അത് വളരെ കേസ് സ്റ്റഡി സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 to 30 കേസ് സ്റ്റഡി ഒക്കെ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്. പ്രത്യേകിച്ച് അതിൽ കൂടുതലൊന്നും അതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് സാറ്റ ക്വസ്റ്റ്യൻസ് ആണ്. സാറ്റ ക്വസ്റ്റ്യൻസ് അറിയാലോ, ഒരിക്കലും ഒരു 100% നമുക്ക് ഒരിക്കലും ഉറപ്പോടെ പോയി എക്സാം എഴുതാൻ പറ്റത്തില്ല സാറ്റ ക്വസ്റ്റ്യനകത്ത്. എങ്കിലും പല മെത്തേഡ്സുകൾ, അതായത് സാറ്റ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടെത്തുന്ന പലതരത്തിലുള്ള മെത്തേഡ്സുകൾ നമുക്കറിയാം. അതനുസരിച്ച് നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, സാറ്റ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക, ഇപ്പോൾ എക്സാം എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി നിങ്ങൾ ആദ്യത്തെ ഒരു 85 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 2 to 3 കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഈ കേസ് സ്റ്റഡീസ് നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അറിയാതെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ 85 വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഷട്ട് ഡൗൺ ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കുക. ആദ്യത്തെ ഒരു 3 കേസ് സ്റ്റഡീസ് കൃത്യമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കേസ് സ്റ്റഡീസ് നല്ലതുപോലെ പഠിക്കുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡൊമൈൻ ബേസ് പഠിക്കുക. അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ള കാര്യമാണ്. പലരും ഇപ്പൊ ഫെയിൽ ആവുന്ന പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേസ് സ്റ്റഡി എന്താണെന്ന് പോലും അറിയത്തില്ല. അവർ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ അവരുടെ കയ്യിൽ കിട്ടിക്കാണും, പക്ഷെ അവർ കേസ് സ്റ്റഡീസ് ഞാൻ എക്സാം ഹാൾ പോയിരുന്നിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോഴത്തേക്ക് ഞാൻ ആ സമയത്ത് നോക്കിക്കോളാം എന്ന് പറയും. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിൽക്കത്തില്ല ആ പറയുന്ന കേസ് സ്റ്റഡീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. കേസ് സ്റ്റഡീസ് ഒരു 30 to 30 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലതുപോലെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
അപ്പം എക്സാം എഴുതാൻ പോകുന്നവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഡൊമൈൻ വൈസ് പഠിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കേസ് സ്റ്റഡീസും അതുപോലെ തന്നെ സാറ്റ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് നോക്കുക. നല്ലൊരു വിജയം ആശംസിക്കുന്നു.